പാലോടി മോന്റെ രാജി പിടിച്ചു വാങ്ങി ഇനി ബി.ജെ.പിയിലേക്ക്. ഡി.സി.സി പ്രസിഡന്റിന്റെ പദവിയിൽ ഇരുന്നു കൊണ്ട് തന്നെ തരവഴി പറഞ്ഞ പാലോടി മോന്റെ രാജി ഇന്നലെ വൈകിട്ട് തന്നെ പാർട്ടി നേതൃത്വം പിടിച്ചു വാങ്ങി. നല്ല ശടപടാന്ന് നടപടിയെടുത്ത കോൺഗ്രസ് നേതൃത്വത്തിന് അടിലോനപ്പ ഒരു പൂക്കുറ്റി. ഇന്ന് കോൺഗ്രസിൽ വിളിച്ചാൽ ആരും ക്ഷമിക്കാത്ത രണ്ട് മുട്ടൻ തെറികളാണ് ഉള്ളത്. ഒന്ന് വിശ്വചെറ്റ. സ്വന്തം കൂടപ്പുറപ്പുകൾക്കിട്ട് തന്നെ കൂടെ നിന്ന് നൈസായി ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷും പറഞ്ഞുകൊണ്ട് പണി കൊടുക്കുന്നവനെ പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ വിളിക്കുന്ന പേരാണ് വിശ്വചെറ്റ. രണ്ട് പാലോടി മോൻ. വൈകിട്ട് കൂറ ജവാൻ മേടിച്ചടിച്ചിട്ട് പാർട്ടി പ്രവർത്തകരെ വിളിച്ച് സ്വന്തം പാർട്ടിയുടെ കുറ്റവും കുറവും നേതൃത്വത്തിന്റെ കുന്നായ്മയും പറയുന്നവന്മാരെ വിളിക്കുന്ന മുട്ടൻ തെറിയാണ് പാലോടി മോൻ. ജെൻഡർ പുല്ലിംഗമായാൽ പാലോടി മോളെ എന്ന് വിളിക്കും. വിവാദ ഫോൺ സംഭാഷണം പുറത്തു വരികയും സംഗതി വിവാദമാകുകയും ചെയ്ത പശ്ചാത്തലത്തിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പാലോടി മോനെ വിളിച്ച് തൻ്റെ രാജി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു, ഒരു രാജിക്കത്ത് തയ്യാറാക്കി പെട്ടെന്ന് അയച്ചാൽ പുറത്താക്കി എന്ന ആ ചീത്തപ്പാരി ഒഴിവാക്കാം എന്ന് പറയുകയായിരുന്നു. പാലോടി മോൻ പെട്ടെന്ന് തന്നെ അപ്രകാരം ചെയ്യുകയും ചെയ്തു. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് പ്രഥമ ദൃഷ്ടിയാൽ ബോധ്യപ്പെട്ടതിനാൽ വാമനപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി A. ജലീലിനെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയതായും സണ്ണി ജോസഫ് അറിയിച്ചു. പാലോടി രവിയുമായുള്ള ഫോൺ സംഭാഷണം ജലീലാണ് പുറത്തുവിട്ടത്. ജലീൽ ചതിവിൽ വഞ്ചന കാണിച്ചു എന്ന് ഉസ്മാനിക്ക അധ്യക്ഷനായുള്ള 2.25 ബെഞ്ച് ശരിവെച്ചതിനെ തുടർന്നാണ് ജലീലിക്ക് തലാഖ് ചൊല്ലുവാൻ പാർട്ടി തീരുമാനിച്ചത്. വെടിവെച്ചവനെ വെറുതെ വിടുകയും ചുമ്മാ നിന്നൊരു വളിവിട്ടവനെ പിടിച്ച് തൂക്കിക്കൊല്ലുകയും ചെയ്ത മാതിരിയായി പോയില്ലേ ഇതെന്ന് ഒരു ചെറിയ സംശയമുണ്ട്. നേരെ തിരിച്ചല്ലായിരുന്നോ വേണ്ടുന്നത്? പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ നടത്തിയ പാലോടി മോനെ DCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും നീക്കം ചെയ്ത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് തന്നെ പുറത്താക്കി ജലീലിന്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനം മാത്രം എടുത്തു മാറ്റുകയായിരുന്നില്ലേ വേണ്ടിയിരുന്നത്? ഇതിപ്പോൾ തരവഴി പുറത്താക്കിയവൻ ചുരുക്കം പറഞ്ഞാൽ വഴിയാധാരമായി. കതറിട്ട് നടന്നവൻ ഇനി ചുവന്ന നിക്കറിട്ട് നടക്കേണ്ടി വരും. ഇത് വിശ്വശശിയും പാലോടി മോനും സംയുക്തമായി പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ് എന്നാണ് വിവരം. വിശ്വശശി ചെയ്ത പോലെ തന്നെ ഒരു BJP സ്തുതി തന്നെയാണ് പാലോടി മോനും നടത്തിയത്. വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് BJPക്ക് വൻപിച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ഒരു പ്ലാൻഡ് പ്രസ്താവനയാണ് പാലോടി മോൻ കഴിഞ്ഞ ദിവസം നടത്തിയത്. സംശയമുണ്ടോ? ഇത് കേട്ടോളൂ. ഒരു DCC പ്രസിഡന്റിന് ഇപ്രകാരമൊക്കെ പറയേണ്ടുന്ന ആവശ്യമുണ്ടോ? ഇവൻ BJPക്ക് വേണ്ടി ഫീൽഡ് വർക്ക് ചെയ്യുകയാണെന്ന് ദയവായി മനസ്സിലാക്കുക. നീ നോക്കിക്കോ, 60 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BJP എന്ത് ചെയ്യാൻ പോകുന്നെന്ന്. അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ 40,000 50,000 വോട്ട് പിടിക്കും. കോൺഗ്രസ് പാർട്ടി 3-ാം സ്ഥാനത്ത് ഉച്ചുകുത്തി. തീർച്ചയായിട്ടും കേക്ക് ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും. അതോട് ഈ പാർട്ടിയുടെ അതോ ഗതിയായിരിക്കും. ഞാൻ പുല്ലമ്പാറയുടെ സ്ഥിതി അങ്ങോട്ട് പറഞ്ഞുതരാം. നെല്ലനാടും വികൃതമായി, പുല്ലമ്പാറയും നിങ്ങൾക്ക് കിട്ടത്തില്ല. നെല്ലനാട് ഇത്തവണ ഞാൻ ബ്രഹ്മണിയിലുടന്ന് ഞാൻ അക്കമിട്ട് പറഞ്ഞു കൊടുത്തു. തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് കുടുംബ സംഗമത്തിൽ പോലും അവരെ വിളിച്ചാൽ വരൂല. സത്യമാണ്. വിളിച്ചാൽ വരുന്നതല്ല, അവരുടെ വാർഡിനകത്ത് BJPക്ക് വലിയ സ്വാധീനമായി ഉണ്ട്. മുക്കുന്നൂർ വാർഡ് നെല്ലനാട് നമുക്ക് കിട്ടത്തില്ല, പുല്ലമ്പാറ നമുക്ക് കിട്ടത്തില്ല, വാമനപുരത്ത് ചെറിയ ഒരു അംശം നമുക്ക് തോന്നുന്നതല്ല, പനവൂരും നമുക്ക് കിട്ടത്തില്ല. ആ നാട് വളരെ അകലെയാണ്. നന്ദിയോട് കൈയിരിക്കുന്ന പഞ്ചായത്ത് പോകും. ഇതൊക്കെ അവരെ കൂടെ ഞാൻ പറഞ്ഞതാണ്. എങ്ങനെ അസംബ്ലി തിരിച്ചു വരും? വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരത്തിലടക്കം കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാകുമെന്നാണ് പാലോടി മോൻ ഫോൺ സംഭാഷണത്തിൽ പറയുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 3-ാം സ്ഥാനത്തേക്ക് പോകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് താഴെ വീഴും. 60 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് 3-ാമതാകും. ഇതാണ് DCC അധ്യക്ഷന്റെ നിരീക്ഷണം. പാലോടി മോനെ മാറ്റിയെങ്കിലും തിരുവനന്തപുരം DCC അധ്യക്ഷ പദവിയിൽ പകരം ആർക്കും ചുമതല നൽകിയിട്ടില്ല. ഇരുതലമൂരിയെ എടുത്തു മാറ്റിയ വിടവിൽ വല്ല അടലിയും കയറിക്കൂടിയാൽ പണിയാകുവാൻ സാധ്യതയുള്ളത് കൊണ്ടാണത്രേ തിടുക്കം വേണ്ട ഇക്കാര്യത്തിൽ എന്ന് നേതൃത്വം നിലപാടെടുക്കുവാൻ കാരണം. കസേരമോഹികളായ കോൺഗ്രസുകാരെ അടർത്തിയെടുത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത്തവണ പരമാവധി നേട്ടം കൊയ്യുക എന്ന ലക്ഷ്യത്തോടെ BJP നന്നായി പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
വിശ്വ ശശി, പാലോടി മോൻ മാത്രമല്ല പലരും BJPയുടെ സ്ലീപ്പിംഗ് സെല്ലായി മാറി തുടങ്ങിയിട്ടുണ്ട്. അവന്മാർ പാർട്ടിയുടെ അടിത്തറ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നിവർ മനസ്സിലാക്കുന്നില്ല. പാലോടി മോനെ പോലെയുള്ള കൊട്ടത്തേങ്ങയുടെ മൂപ്പുള്ള നേതാക്കന്മാർ വരെ ഇപ്രകാരം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ തന്നെ എത്രത്തോളം അപകടകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഈ കോൺഗ്രസ് പാർട്ടി പോകുന്നത് എന്ന് മനസ്സിലാക്കുക. വി.ഡി. സതീശൻ ഇതൊന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പാർട്ടിയുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക. അല്ലെങ്കിൽ വിശ്വചെറ്റകളും പാലോടി മോന്മാരും പണിതന്നു കഴിയുമ്പോൾ മാത്രമായിരിക്കും നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. അത് അനുവദിക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലാണോ നിങ്ങൾ എന്ന് ആലോചിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.